ആ സെഷൻ കഴിയുന്നത് വരെ അവരുടെ കണ്ണിൽ കണ്ണുനീർ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സ്വന്തമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന പലരും ഒരു നാൾ ആരുമല്ലാതെ ആകുമ്പോഴുള്ള വേദന, സ്ട്രേഞ്ചേഴ്സിനെ പോലെ ആകുമ്പോഴുള്ള വേദന, അത് വേറെ തന്നെയാണല്ലേ. മനസ്സിൽ ആണി കൊണ്ട് തറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനയേക്കാൾ അപ്പുറം സ്നേഹിച്ചതിൻ്റെ പേരിൽ മാത്രം ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കേണ്ട അവസ്ഥ, സ്വന്തത്തിനോട് പോലും എന്തിന് സ്നേഹിച്ചുവെന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോകും. ഇനി ഈ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരോടായി പറയാനുള്ളത്, നിങ്ങളുടെ കണ്ണുനീരിന് ആര് വില കൽപ്പിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിലും റിമെമ്പർ, എല്ലാ സിറ്റുവേഷൻസും എല്ലാ പാസ്റ്റ് ലൈഫ് ഇൻസിഡൻസും നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പാഠം ഉൾക്കൊള്ളാനുമുണ്ട്. ഡോണ്ട് റെഡ്യൂസ് യുവർ വാല്യൂ ടു ഇൻക്രീസ് സമ്മൺ എൽസ് കംഫർട്ട്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും വാല്യൂ ചെയ്യുകയും വേണം. ബട്ട് അതെല്ലാം നിങ്ങൾക്കും ഈക്വലി കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വൺസ് അഗെയിൻ, പെയിൻ ഈസ് നോട്ട് പണിഷ്മെന്റ്, ഇറ്റ്സ് ഡയറക്ഷൻ. ആ പാഠം പഠിച്ചുകൊണ്ട് മുന്നേറുകയാണ് അവരിപ്പോൾ.